നമ്മൾ സാമ്പാറിലൊക്കെ ഇടാനും തോരൻ വയ്ക്കുവാനും മാത്രം ഉപയോഗിക്കുന്ന ചില പച്ചക്കറികളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ കുറയുവാനും ഡയബറ്റീസ് കുറയുവാനും ഒക്കെ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ആഹാര രീതി ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമുക്കത് സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുവാനും കൊളസ്ട്രോൾ കുറയുവാനും ഒക്കെയുള്ള ഒരു നല്ല ഭക്ഷണം നമുക്കിന്നുണ്ടാക്കാം. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഒരു 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചുരയ്ക്ക നമുക്ക് എടുക്കാം. അതുപോലെ 3 സവാള ഉള്ളിയും കൂടി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ആ കപ്പിന് തന്നെ 1 കപ്പ് ബാജ്രയുടെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആ കപ്പിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചുരയ്ക്ക ഇട്ട് കൊടുക്കാം. ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉള്ളിയും കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമുളക് ചതച്ചത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചട്നി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം കായം, 1 ടീസ്പൂൺ ഉപ്പ്, 1 നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിൻ്റെ ചാറ്, മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു കുക്കർ അടപ്പ് വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ പുറത്ത് സ്റ്റീം ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ കുഴച്ചത് ഏതെങ്കിലും ഷേപ്പിൽ അതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിന് ദുധി മുട്ടിയ എന്നാണ് പറയുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് എണ്ണയിൽ വെളുത്ത എള്ളിട്ട് മൂപ്പിച്ച് അതിലിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചട്നിയോടെ കഴിക്കാൻ വളരെ സ്വാദുള്ളതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ആഹാരമാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം.